ചെറിയൊരു ചീഞ്ചിയുടെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോവരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇച്ചിരി എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി വെറുതെ വറുത്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളി, ഒരു കുഞ്ഞൊരു ചെറിയ കഷ്ണം മതി, ഒന്ന് നമുക്കിങ്ങനെ പിച്ച് ചീന്തി ഒന്ന് ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടിയുടെ ഉള്ളിലേക്ക്. ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഒറ്റ കറക്കിയെടുത്താൽ മതി. ഈ രീതിയിലൊന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ശകലം തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2-3 പിടി തേങ്ങയാണ്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചെടുക്കൂലേ, അതുപോലെ 2-3 പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിങ്ങോട്ട് എടുത്താൽ മതി. ഒത്തിരി വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോവരുത്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് എടുത്തിടാം. ഈ കൈ കൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള, നമുക്ക് കഞ്ഞിയുടെ ഒക്കെ കൊടുത്ത് കൂട്ടാൻ പറ്റുന്ന ഈ ഒരു ചമ്മന്തിയും ഇച്ചിരി വൻപയറും മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിയൊക്കെ നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും പോകുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ.